ഗൈസ്, എന്തൊക്കെയാണ് വിശേഷം? സുഖമാണ് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഒരു വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. മാർച്ച് 13 2025 വന്ന ഒരു അപ്ഡേറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ പല ഗ്രൂപ്പുകളിലൂടെയും അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടു. നല്ലൊരു ഇൻഫർമേഷനാണ്. ഇതിന് മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് ചെറിയ സൂചനകൾ തന്നിട്ടുണ്ട്. പക്ഷേ അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതെല്ലാ മേഖലയിലേക്കും ഇതേ ഒരു സപ്പോർട്ട്, ഗവൺമെൻറ്റിൻ്റെ ഒരു കരുതൽ നമുക്ക് വേണം എന്നൊരു ഒരു റിക്വസ്റ്റും കൂടി ഉണ്ട്. മലയാളത്തിൽ പറഞ്ഞ ഗവൺമെൻറ് അറിയില്ല അതിൽ, പക്ഷേ മലയാളത്തിലേക്ക് വരക്കട്ടല്ലോ ഇത്. സോ അതുപടിക്കാണ് ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള കൊച്ചു യൂട്യൂബ് ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെല്ലിങ്ങനെ എനേബിൾ ചെയ്യാം, ഷെയർ ചെയ്യാം സുഹൃത്തുക്കൾക്ക്. സോ ഗൈസ്, നമുക്ക് എല്ലാവർക്കും അറിയാം UK വളരെ നമുക്കറിയാം ജോബ് സേഫ്റ്റി, ജോബ് സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പറഞ്ഞിട്ട് പല പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്കറിയാം ഒരു എന്താ പറയുക, ഒരു പെറ്റീഷനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ പലരും ആ പെറ്റീഷൻ സൈൻ ചെയ്തിട്ടുണ്ടാവും. നമുക്കിവിടെ അറിയാം, ഒരു കെയർ വർക്കേഴ്സിൻ്റെ കേസ് വന്ന സമയത്ത്, ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരുന്ന സമയത്ത്, ഏറ്റവും കൂടുതൽ ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത്, ഡെയിലി തട്ടിപ്പിൻ്റെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മളുടെ കുറച്ച് സുഹൃത്തുക്കളെ കൂടിയിട്ട് ഒരു പെറ്റീഷനൊക്കെ ഉണ്ടാക്കി 10,000-ന് മേലെ സിഗ്നേച്ചറുകൾ നമ്മൾ കൊണ്ടുവന്ന് അത് പാർലമെൻറ്റിൽ ഡിസ്കസ് ചെയ്തു. പക്ഷേ അത് തള്ളിപ്പോയി, വന്നില്ല. ഓക്കെ, അത് നമ്മുടെ ഋഷി സുനകിൻ്റെ കാലം ലാസ്റ്റ് സമയത്താണ് നമ്മൾ ഈ പറഞ്ഞ പെറ്റീഷനുമായിട്ടൊക്കെ വന്നത്. പക്ഷെ അത് നടന്നില്ല. അത് പക്ഷേ നമ്മുടെ ലേബർ ഗവൺമെൻറ് വന്നപ്പോൾ, ഇപ്പം പൊതുവേ ലേബർ ഗവൺമെൻറ്റിന് ഇപ്പോൾ നമുക്ക് കുറേ ചീത്തപ്പേരുകളാണ്. പല നിയമങ്ങളും അതുപോലെ കാര്യങ്ങളൊക്കെ, ഇവിടെ ഇല്ലീഗൽ മൈഗ്രൻസ് കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്നതും വലിയ രീതിയിലുള്ള ചീത്തപ്പേരുകളും, പിന്നെ കടുത്ത നിയമങ്ങൾ കൊണ്ടുവരാൻ തയ്യാറെടുക്കുന്നൊക്കെ രണ്ട് രീതിയിലും. ഇപ്പോൾ ഇല്ലീഗൽ മൈഗ്രൻസിൻ്റെ കേസ് പറയുമ്പോഴും ഇവിടെ ലീഗലായിട്ട് വന്നവർക്കും പണി കിട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ, വിമർശനങ്ങൾ. അതിനിടയിൽ ഒരു ഹാപ്പി ന്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ഹാപ്പി ന്യൂസാണ്. ഞാൻ എന്തുകൊണ്ടാണ് എല്ലാ മേഖലയിലും വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കെയർ മേഖലയിൽ മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളൂ. അതായത് പണ്ടെല്ലാം നമ്മൾ കെയർ വർക്ക് ഇവിടെ വന്നു, ജോലി നഷ്ടപ്പെട്ടു, 10-60 ദിവസം അല്ലെങ്കിൽ 90 ദിവസം കൊണ്ട് നാട്ടിലോട്ട് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അല്ലേ? ആ സാഹചര്യത്തിന് മാറ്റമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നു ഏകദേശം 16 മില്യൺ പൗണ്ട് ഇതേപോലെ വന്ന് ചൂഷണങ്ങളിൽ ഇരയായ കെയർ വർക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഫണ്ട് ചെയ്തിരിക്കുന്നു. റീജിയണൽ ഹബ്ബുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അത് ഞാൻ പണ്ട് വീഡിയോ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതിനകത്ത് കുറച്ച് വ്യക്തതയുള്ള ന്യൂസുകൾ വന്നിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് മാത്രമല്ല, ഇവർ ജോലി മാത്രമല്ല, അതല്ലാതെ തന്നെ മറ്റ് പല കാര്യങ്ങളും ഗവൺമെൻറ് സൈഡിൽ നിന്ന് സപ്പോർട്ട് ലഭിക്കും എന്നുള്ളതാണ് മനസ്സിലായ ഒരു കാര്യം. തീർച്ചയായിട്ടും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസമടക്കം ഒരു തട്ടിപ്പിൽപ്പെട്ട ഒരു സ്ത്രീ എന്നെ കോൺടാക്ട് ചെയ്തേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 1-to-1 കൺസൾട്ടേഷനിൽ. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: ഇപ്പോൾ എംപ്ലോയർ ചൂഷണം നടത്തിയാൽ പോലും നിങ്ങൾക്കത് റിപ്പോർട്ട് ചെയ്യാം. നിങ്ങളത് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ പുതിയ സെറ്റപ്പ്, പുതിയ ഗവൺമെൻറ്റിൻ്റെ ഹെൽപ്പ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീജിയണൽ സപ്പോർട്ട് അവൈലബിൾ. ഓക്കെ, അതായത് ഇഫ് യു ആർ എൻ ഇന്റർനാഷണൽ കെയർ വർക്കേഴ്സ് എഫക്റ്റഡ് ബൈ എ സ്പോൺസർ ലൈസൻസ് റിവോക്കേഷൻ, നിങ്ങളുടെ കെയർ ഹോമിൻ്റെ സ്പോൺസർഷിപ്പ് ലൈസൻസ് പോയാൽ പോലും നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് സഹായം മേടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പണ്ടതൊന്നും ഇല്ല, മടങ്ങി പോവുക എന്നുള്ളൊരു മാർഗം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനിപ്പോൾ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നു. സോ കൈയടിക്കണം ഗൈസ്. കാരണം ഇപ്പോൾ ഈ ഒരു മേഖലയിൽ വന്നിട്ടില്ലെങ്കിലും നാളെ മറ്റ് മേഖലകളിലും സമാനമായ ഹെൽപ്പ്, സപ്പോർട്ട് ഇവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു വലിയൊരു സഹായം. മറ്റ് രാജ്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ പണ്ട് വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവരുമ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതിനകത്ത് ഒന്നാമത്തെ സപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡ്വൈസ് ആൻഡ് ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഹെൽപ്പ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് യുവർ വിസ സ്റ്റാറ്റസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് റൈറ്റ്സ്. അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് സപ്പോർട്ട് കിട്ടും. അതായത് സപ്പോർട്ട് ഇൻ ഫൈൻഡിങ് എ ന്യൂ എംപ്ലോയർ ഹു ക്യാൻ സ്പോൺസർ യുവർ വിസ. അതായത് ഗവൺമെൻറ് തന്നെ നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് സപ്പോർട്ട് തരുന്നു. പൈസ കൊടുത്ത് നാട്ടിൽ കയറി വന്നോട് തട്ടിപ്പിൽ പെട്ട് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ കമ്പനിയുടെ ലൈസൻസ് പോയി കഴിഞ്ഞാൽ ഗവൺമെൻറ് തന്നെ സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ റീജിയണൽ ഹബ്ബിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ അതൊക്കെ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. സോ
സപ്പോർട്ട് ചെയ്യുമ്പോൾ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഗവൺമെന്റ് സപ്പോർട്ട് വീഡിയോ ചെയ്യുന്നു. നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ക്ലിയർ ആയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ബെൽ ഷെയർ ചെയ്യണം. അത്രയാണ് നമ്മുടെ ഒരു സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ എംപ്ലോയ്മെന്റ് സപ്പോർട്ട് കിട്ടും. അത് എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം വീഡിയോന്റെ അവസാനത്ത്. അതുപോലെ തന്നെ ഹെൽപ്പ് വിത്ത് ആക്സസിങ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇഫ് യു ആർ സ്ട്രഗ്ലിംഗ് ഡ്യൂ ടു ജോബ് ലോസ് ഓർ അൺപെയ്ഡ് വേജസ്. അതായത് ഒരുപാട് ഡോം കെയറിലും ഇല്ലെങ്കിൽ മറ്റ് കെയർ മേഖലയിലൊക്കെ വന്നിട്ട് പ്രോപ്പർ ഷിഫ്റ്റ് ഇല്ലാതെ നിങ്ങൾ പറ്റിക്കപ്പെട്ട് വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫിനാൻഷ്യലി നിങ്ങൾ ബുദ്ധിമുട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ സപ്പോർട്ട് എടുക്കാൻ സാധിക്കും. അത് വലിയൊരു കാര്യമാണ്. അതായത് ഇവിടെ ജോലിയില്ലാതെ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് നമുക്കൊരു 1-to-1 ഒരു സ്ത്രീ വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞ്, ചേട്ടാ എൻ്റെ എംപ്ലോയർ ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഷിഫ്റ്റൊക്കെയാണ് കൊടുക്കുന്നത്, 1 മണിക്കൂറൊക്കെയാണ് തരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്കൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്തത് ഈ ഒരു കാര്യമാണ്. സോ എല്ലാവർക്കും തന്നെ യൂസ് ആയിക്കോട്ടെ. ഓക്കെ, മെന്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് സപ്പോർട്ട് സച്ച് ആസ് ബഡ്ഡിങ് സ്കീം ആൻഡ് ഹെൽപ്പ് ടു ആക്സസ് കൗൺസിലിംഗ്. അതായത് കൗൺസിലിങ്ങും ബഡ്ഡിങ് സ്കീമും എല്ലാം നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് കിട്ടും. മറ്റു പല രാജ്യങ്ങളും കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഗവൺമെന്റ് UK ഇംപ്ലിമെന്റ് ചെയ്തതിൽ പൊളി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ കാരണം നമുക്കറിയാലോ, ഇവിടെ ഒരുപാട് ഇന്റർനാഷണൽ കെയർ വർക്കേഴ്സ് വന്നിട്ട് അവരുടെ ജോലികൾ പോയിട്ടുണ്ട്. അത് നോ ഡൗട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട, ഡെയിലി കാണുന്നൊരു സംഭവമാണ്. ഓക്കെ, ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അതിനകത്ത് ഒരു കാര്യമാണ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഹൗ ടു ആക്സസ് ദ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നത് ഒന്നുമില്ല. ഇമെയിലുകൾ താഴെ കുറേ ഇമെയിലുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇമെയിലുകളിലേക്ക് അതിൽ നിങ്ങളുടെ പേര്, അഡ്രസ്സ്, യു ആർ കറൻലി ലിവിങ് അറ്റ് എന്നുള്ളതിൽ, അതുപോലെ യുവർ കോൺടാക്ട് ഡീറ്റെയിൽ, അപ്പോൾ നെയിം ഓഫ് ദ പ്രൊവൈഡർ, സ്പോൺസർഷിപ്പ്, യുവർ വിസ, അതായത് നിങ്ങളുടെ വിസ പ്രൊവൈഡറിൻ്റെ പേരും കാര്യങ്ങളും, പിന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളും ഡീറ്റെയിൽ എഴുതിയിട്ട് ഏതാണോ നിങ്ങളുടെ റീജിയൻ, ആ റീജിയണൽ പാർട്ട്ണർഷിപ്പ് ഇതേപോലെ തന്നെ കാണുമ്പോൾ കുറേ ഇമെയിൽ ഐ ഡികൾ കാണാൻ പറ്റും. ഓക്കെ, ഗ്രേറ്റർ മാഞ്ചസ്റ്റർ, ഈസ്റ്റ് ലണ്ടൻ, ലണ്ടൻ ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ട്, വെസ്റ്റ് മിഡ്ലാൻഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവരിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസിബിളാവും. ഇപ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കോൾ വന്നായിരുന്നു, ബ്രോ ഈ കെയർ വിസയ്ക്ക് മാത്രമാണോ ഈ സപ്പോർട്ട് കൊടുക്കുന്നത് എന്നുള്ളത് ചോദിച്ചിട്ട്. ഇപ്പോൾ കറൻ്റ്ലി കെയർ വിസയ്ക്ക് മാത്രമേ ഉള്ളൂ. അതല്ലാതെ തന്നെ നമ്മുടെ പുതിയ എംപ്ലോയ്മെൻറ്റ് റൈറ്റ് ബിൽസ് കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഏതെങ്കിലും യൂണിയൻസ് ഉണ്ടെങ്കിൽ യൂണിയൻസിൽ ചേരുക, യൂണിയൻസിലൂടെ ഇത് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് പരിപാടികൾ പലതുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ, എനിക്ക് ചില കാര്യങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കൊണ്ടുവന്ന് തരാൻ പറ്റും. ഓക്കെ, ഞാൻ ട്രൈ ചെയ്യാം മാക്സിമം. ഓക്കെ, അപ്പോൾ ഇതൊരു ഹാപ്പി ന്യൂസ് ആണ്. മറ്റിപ്പോൾ ജർമ്മനി പോകുമ്പോൾ ജർമ്മനിയിൽ താമസിക്കുന്ന ആൾക്കാർ അവിടുത്തെ എംപ്ലോയ്മെൻറ്റ് റൈറ്റ്സിനെ കുറിച്ചും കാര്യങ്ങൾ പറയുമ്പോൾ, അവിടെ ജോലി പോയി കഴിഞ്ഞാൽ കുറച്ച് ഡേയ്സിനകത്ത് ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്നതും, അതേപോലെ തന്നെ പുതിയ ജോബിന് വേണ്ടി ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതും, ജോബ് നേടിക്കൊടുക്കാൻ സഹായിക്കുന്നതൊക്കെ കേട്ട് നമ്മൾ പലപ്പോഴും വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ UK ഗവൺമെൻറ് കൊണ്ടുവന്നപ്പോൾ അതിപ്പോൾ ജോബ് സെക്ടർ ഇപ്പോൾ ഇത് മാത്രമാണെന്നുള്ളൂ, കൂടുതലും മറ്റ് സെക്ടേഴ്സിലേക്കും വരണം. അതിന് വേണമെങ്കിൽ നമുക്കൊരു പെറ്റീഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെറ്റീഷൻ നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. എൻ്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടുകൾ മൊത്തം നിങ്ങൾക്ക് എന്താ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് ഇട്ടിട്ടോ എല്ലാതെയോ സപ്പോർട്ടുകൾ നമുക്ക് തരാൻ പറ്റും. അതിനകത്തേക്ക് അതിന് മാക്സിമം തരാം. വാലിഡ് ആണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ പല പെറ്റീഷൻ എടുത്ത് എനിക്ക് അയച്ചു തരാറുണ്ട്. അപ്പോൾ എനിക്ക് നോക്കുമ്പോൾ നമുക്കറിയാം അത് വർക്കാവുന്നതാണോ വർക്കാവാത്തതാണോ എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. സോ അതുകൊണ്ട് എല്ലാ കിട്ടിയ പെറ്റീഷനൊന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. എനിക്ക് മനസ്സിലാവുന്ന ഇത് വർക്കാവുമെന്ന് തോന്നുന്ന പെറ്റീഷൻസൊക്കെ നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ആര് വേണമെങ്കിലും പെറ്റീഷൻ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇതെല്ലാവർക്കും വേണം ഈ സപ്പോർട്ട്. ഇതേപോലെ തന്നെ ജോബ് സപ്പോർട്ടുകൾ പണി പോകുന്നവർക്ക് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സപ്പോർട്ടുകൾ വേണം എന്നുള്ള രീതിയിലേക്കും. അതുമാത്രമല്ല, ഈ പറഞ്ഞ 61 പെൻസിൻ്റെ പണി, ആ പണി ഗവൺമെൻറ്റിനെ ഒന്ന് മീൻസ് അവെയർ ചെയ്യിപ്പിക്കണം. ഇത്രയധികം ആളുകളുടെ പണി പോകുന്നുണ്ട്. അതുമാത്രമല്ല, ഇനിയും പണിക്ക് കയറാൻ നിൽക്കുന്നവർക്ക് ഇതൊക്കെ ഒരു ആശങ്കയുള്ളതും കാര്യങ്ങൾ നമ്മൾ അറിയിച്ചുകൊണ്ട് തന്നെ വേണമെങ്കിൽ പെറ്റീഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പെറ്റീഷൻ ചെയ്യാം. സോ എനിവേ, ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ തോന്നി, സോ നിങ്ങൾക്ക് എത്തിച്ചു. ആദ്യമായിട്ട് ഇങ്ങനെ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ഷെയർ ചെയ്യുക. ബൈ, കാണാം, ബൈ.